അതുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഇവളെ കാര്യങ്ങൾ ഇവളെ തന്നെ നിർബന്ധപ്രകാരമാണ് നമ്മളിപ്പോൾ ഇത് ചോദിച്ച് വാങ്ങിക്കുന്നത്. കണ്ടു കഴിഞ്ഞിട്ട് നീതി കിട്ടണം നമുക്ക്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഉള്ളത് സാറ് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, റെഡിയിലാണ് പോണതെന്നുള്ളത്. പക്ഷേ ഒരു കാരണവശാൽ കഴിഞ്ഞാൽ അവർ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ആ സ്വാധീനം ഉണ്ടാവാൻ പാടില്ല. ഇതൊരു രക്ഷിതാവിനും ഇനി ഒരു അമ്മക്കും അച്ഛനും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ വളരെ ശ്രദ്ധയോടെ, അതായത് കുറ്റവാളികൾ കൊച്ചുകുട്ടികൾ, അതായത് പോലെ ഈ പേരൻസ് മാത്രമല്ല, ഈ കുട്ടികൾ മാത്രമല്ല, ഇതിൽ മുതിർന്ന ആളുകളെ കൈയുണ്ട്. അത് നോക്കി നിന്ന ആളുകൾ, പല ആളുകളും പറയുന്നുണ്ട് എന്നെ ഫോൺ ചെയ്തിരിക്കുന്ന ഒരു രക്ഷിതാവ്. ഇപ്പൊ ഈ അടുത്ത ദിവസം തന്നെ അതിന്റെ ഒരു രക്ഷിതാവ് പോയിട്ട് സ്കൂളിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കൊച്ചുകുട്ടിയോട്, ആ കുട്ടി കാരാടി സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ആ സ്കൂളിലത്തെ ടീച്ചേഴ്സിനെയും മാഷിനെയും ഒക്കെ പോയിട്ട് പിന്നെ ചീത്ത പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആ കുട്ടിയോട് ചോദിച്ച് നിന്റെ ജ്യേഷ്ഠനല്ലേ ഇതില് പ്രതി. അത് കേട്ട സമയത്ത് കുട്ടി അന്ന് വീട്ടിൽ പറയാ, ഉടനടി തന്നെ ഒരു സ്കൂളിൽ പോയിട്ട് മാഷിമാരെ ഭീഷണിപ്പെടുത്തി, ചോദിച്ച കുട്ടിയുടെ പേരൻസിനെ ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ നടക്കുന്നത് ഇവിടെ. ഇതിനൊന്നും യാതൊരുവിധ നടപടികളൊന്നും ഉണ്ടായി. ഇതും മുന്നേ ഉണ്ടായത് ഈ വിഷയം തന്നെയാണ്. കൊരങ്ങാട് സ്കൂളിൽ നിന്ന് അൽഫോൺസ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ഒരു പയ്യന്റെ നെഞ്ചി ചവിട്ടി അവിടുന്ന് TC എടുത്ത് വിട്ടതാ. ഇത് അത്ര പോലും എന്താ പറയാ, ഇവരെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അവരെ പേടിയാണ് ഇവിടെ എല്ലാവർക്കും. ഇവര് ഗുണ്ട ആക്ടില് പെട്ട ആളുകളാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇവര് ഭീഷണി സ്വരത്തിലാണ് പല ആളുകളോട് സംസാരിക്കുന്നത് ഇപ്പോഴും. ഇതുകൊണ്ട് ഇതുവരെ ഓരോ ഒന്ന് എന്ത് ചെയ്യാ, നിയമത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പോലും ആരും ശ്രമിക്കുന്നില്ല. ഇവര് അങ്ങാടിയിൽ, ഞങ്ങളിപ്പോ അങ്ങാടി ഇറങ്ങുന്ന സമയത്ത് ഇവര് നമ്മളെ മുന്നിൽ ഇങ്ങനെ മോഷ്ടി പിടിച്ച് കൈകൊണ്ടൊക്കെ അഭിവാദ്യം ചെയ്താ പോണത്. അപ്പോ മറ്റുള്ള ആളുകൾ കൂടി ഇതൊരു പ്രചോദനമാണ്. അവർ തീർച്ചയായിട്ടും ഇവരെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. അതായത് അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഞാൻ പറയുന്നത്. ഇവര് അതന്നെ പറയുന്നത്. ഇത്രയായിട്ട് എക്സാം എഴുതി അവർക്ക് കിട്ടി, ഇനിയിപ്പോ അവർക്ക് എന്താ ചെയ്തുകൂടാത്തെ? നാളെ അവര് ഞങ്ങളെ വീടിക്ക് നേരെ വന്ന് ആക്രമിക്കാൻ പഠിക്കോ? ഇല്ല. അതുകൊണ്ട് ഇവരെ എത്രയും പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലാക്കണം, എന്നിട്ട് തെളിവെടുക്കട്ടെ, എന്നാലേ ഇത് നടക്കൂ. അല്ലാണ്ട് ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇത് മുന്നോട്ട് പോകും തോറും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നീതി കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് പോണത്. ഗവൺമെന്റിന്റെ ഭാഗത്തിപ്പോ പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ കാര്യക്ഷമമായിട്ട് തന്നെയാണ് നടക്കുക. ഇന്നലെ സ്റ്റേറ്റിന്റെ ഒരാൾ ഇവിടെ വന്ന സമയത്തും കാര്യങ്ങൾ അവതരിപ്പിച്ച സമയത്തും നമുക്ക് അറിയാൻ കഴിഞ്ഞത് കഴിയുന്നത്ര ഞങ്ങൾ നോക്കും. പക്ഷെ ഈ കുട്ടികളെ മാത്രം അതിൽ ഉൾപ്പെടുത്തിയൊരു കാര്യമല്ല, ഇതിൽ രക്ഷിതാക്കളുണ്ട്, അവരെ ഇതിൽ ഉൾപ്പെടുത്തണം. അതാണ് വേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആയിക്കഴിഞ്ഞാൽ, നീതിപീഠത്തിന്റെ ഭാഗത്ത് നിന്ന് ആയിക്കഴിഞ്ഞാലും നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. മറ്റുള്ള ഒരു ആളുകൾക്ക്, അതായത് ഒരു അച്ഛനമ്മമാർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഞാൻ എന്റെ കുടുംബം തകർന്നു, ഇവളും മൈൻഡ് റെഡിയല്ല.